ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായൊരു വടയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബാക്കി വന്ന ചോറൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് കൂടിയാണിത്. ഈ വീഡിയോ എല്ലാവരും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1.5 കപ്പോളം ചോറാണിത്. ഇതിനെ നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇതിനെ അരച്ചെടുക്കാൻ. ഇതിനെ നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിനെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുകയാണ് നല്ലത്. ഇനി അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിത്തിരി വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുക. ഇത് ലൂസായി പോവരുത്. ഇപ്പം ഞാനിതിനെ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. അതുപോലെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1-2 പച്ചമുളക് വട്ടത്തിൽ ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. അതുപോലെ കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർക്കാം. ഈ മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഉപയോഗിക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ട് കുഴച്ച് ഒരു മാവ് പോലെയാക്കി എടുക്കണം. ഇപ്പോൾ ഇതിനെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വടയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അരമണിക്കൂർ അടച്ചിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതിനെ എടുത്തിട്ട് വട തയ്യാറാക്കാം. നമ്മൾ ഈ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഈ മാവ് അല്പം ലൂസായിട്ടുണ്ടാവും. അങ്ങനെ ലൂസാവുകയാണെങ്കിൽ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപയോഗിച്ചിട്ട് വട തയ്യാറാക്കാം. ആദ്യം ഇത് കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഒരു വിരൽ ഉപയോഗിച്ചിട്ട് ഇതിനെ പരത്തിയിട്ട് തള്ളവിരൽ ഉപയോഗിച്ചിട്ട് നടുവിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 സൈഡും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയി വട നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവിനെയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചോറ് കൊണ്ട് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വൈകുന്നേരം ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റുമാണ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.